പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി കർത്താവ് വിധിക്കപ്പെടാൻ പോകും. ഒരിക്കൽ കൂടി കർത്താവ് വിധിക്കപ്പെടാൻ പോകുന്നു. പീലാത്തോസിൻ്റെ ഭവനത്തിൽ വെച്ച് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ മനുഷ്യരുടെ ആഗ്രഹം സാധിക്കുവാൻ ബറാബാസിനെ വിട്ടയക്കുക, യേശുവിനെ ക്രൂശിക്കുക, ഇത് തന്നെ ഇവിടെ എറണാകുളം അങ്കമാലി രൂപതയിൽ നടക്കാൻ പോകും. കാരണം ഇപ്പോൾ തൻ്റെ ഇടമില്ലാത്ത മേജർ ആർച്ച് ബിഷപ്പും വളവളാന്ന് നിൽക്കുന്ന പാമ്പ്ലാനി നാട്ടിലെ സ്വസ്ഥത നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഗവൺമെൻറ് അധികാരികളും കൂടെ അവർക്ക് നാട്ടിൽ സ്വസ്ഥത വേണമല്ലോ, കൊടിയ പൈശാചിക പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്താരെയും അനുസരിക്കില്ല എന്ന് പറയുന്ന അന്ധകാരത്തിൻ്റെ മക്കള് അവർക്ക് ചോറും ചൊല്ലും വേണ്ടുന്ന മറ്റുള്ളതെല്ലാം കൊടുത്ത് സഭയുടെ മുതലും കൊള്ളയടിച്ച് തീറ്റിപ്പോറ്റി കുറെ കാലമായി വളർത്തിയെടുത്ത നിത്യനാശത്തിൻ്റെ സന്തതികളും അവരോട് ഇതാ ഒരുങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ആരെ വേണേ തല്ലാം, ആരെ വേണേ കൊല്ലാം, അധികാരികൾക്ക് മുമ്പിൽ ഭീഷണിയായി നിൽക്കാം, സഭാധികാരികളെ എന്തായാലും അനുസരിക്കില്ല, ഞങ്ങൾ പറയുന്ന വഴിയെ ദൈവം വന്നിരിക്കണം. അതെന്നും സാത്താൻ്റെ അവസ്ഥയാണ്. അത് തന്നെ സംഭവിക്കാൻ പോകുന്നു. ചങ്ക് പൊട്ടുന്ന സങ്കടത്തോടെ പറയുന്നു, ഈ പരിശുദ്ധ കുർബാനയുടെ ഈ കാര്യങ്ങൾ, ഈ പാമ്പ്ലാനി ഇത് പാമ്പിനെ പോലെ എഴഞ്ഞെഴഞ്ഞ് ഇത് കുളമാക്കും. പണ്ടേ ഇദ്ദേഹം പറഞ്ഞിരുന്നു, ചങ്ങന എറണാകുളത്തെ എല്ലാ പുരോഹിതരെ എനിക്കറിയാം, അവരെല്ലാം വിശുദ്ധരാണ്. വൃക്ഷത്തെ ഫലം കൊണ്ടറിയുന്നെങ്കിൽ പാമ്പ്ലാനി ഇപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നാൻ പരുവത്തിനാണ് നിൽക്കുന്നത്. ഇത്ര വലിയ അന്ധകാരത്തിൻ്റെ മക്കളെ രക്ഷിക്കാൻ ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഒത്തിരി താമസിക്കാതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. ആമേൻ.